ഹലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പരദൂഷണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും, നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്ന ഒത്തിരി പേര്, അതായത് ഒരാൾ വന്ന് നമ്മുടെ അടുത്തിടാ നിന്നെപ്പറ്റി ഇങ്ങനെ കേട്ടല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും അയ്യോ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് നടന്നു എന്നുള്ളത് ചിലപ്പോൾ വളച്ചൊടിച്ചായിരിക്കും അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ളവരുണ്ട്. എനിക്കുണ്ട് അനുഭവം, അതുപോലെ ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവമുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഹ്യൂമൻസ് ആകുമ്പോഴത്തേക്കും, ഞാൻ എടുത്തു പറയുകയാണ്, മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. ഞാൻ പണ്ടും അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ബെസ്റ്റാണ്, ഞാൻ എന്റെ ക്യാരക്ടറിൽ ഒരു നെഗറ്റീവും ഇല്ലാന്ന് ഒരു ഓടത്തും പോയി ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അത് രണ്ടും വരുമ്പോഴേ അത് ഹ്യൂമൺ ആവുള്ളൂ. പോസിറ്റീവ് മാത്രം ഉള്ള ഒരാളെന്ന് പറയുന്നത് ഒരിക്കലും ഹ്യൂമന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഒരാളെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താ പറയാ, അവരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞടക്കുക, അത് സ്പ്രെഡ് ചെയ്യുക, അത് തന്നെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത് ഒരു തരം താഴ്ന്ന ഒരു പ്രവണതയാണെന്നുള്ളതാണ്. കാരണം എനിക്കറിയില്ല ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നമെന്ന് അറിയില്ല. നമ്മളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് പരദൂഷണം എന്നുള്ളത്. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാൻ ആരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് നശിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നഷ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നേട്ടം കിട്ടുന്നത്? ഇപ്പൊ ഒരാള് നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഞാനൊക്കെ തെറ്റുപറ്റി അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോവാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതായത് തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മനുഷ്യന്മാരാകുമ്പോൾ ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തായാലും ഒരു തെറ്റ് പറ്റും. അപ്പൊ ആ തെറ്റ് പറ്റി കഴിയുമ്പോൾ നമ്മളത് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ നമുക്ക് മനുഷ്യന്മാരെന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവരോട് നമ്മൾ ആ തെറ്റ് ക്ഷമിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില കൂട്ടത്തിൽ പെടാത്ത, അതായത് ഹ്യൂമൻ എന്നുള്ള കാറ്റഗറിയിൽ ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് അതൊരു വെപ്പണായിട്ട് എപ്പോഴും യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടാണ് ആദ്യം നിങ്ങൾ വിലയിരുത്തുക. എനിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ ഡിഫോൾട്ട് ഉണ്ട്, അത് നമ്മൾ വിലയിരുത്തണം. സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക. കാരണം അതിന് സമയമില്ലാതെ മറ്റൊരാളുടെ ഡിഫോൾട്ടും അല്ലെങ്കിൽ അവളുടെ ക്വാളിറ്റീസും അതൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ ഒന്നും ഒത്തില്ല. അവരെപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് മറ്റൊരാളിലൂടെ മാത്രമേ അവർ ജീവിക്കുള്ളൂ. അവർ സ്വയം ജീവിക്കുന്നില്ല അവിടെ. എന്ന് വെച്ചാൽ അവര് ഡെഡാണ്, അവരുടെ ലൈഫ് ഡെഡാണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ ഇതിലൂടെയാണ് അവര് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരിലൂടെയാണ് ഈ ആള് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റൂമേഴ്സ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, മറ്റൊരാളുടെ ലൈഫ് അത് വെച്ച് കളയാതിരിക്കുക, നിങ്ങളുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോ അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്.